അങ്ങനെ നമ്മുടെ ഉപ്പാപ്പൻ്റെ വീട്ടിൽ നിന്ന് തന്ന ചക്കത വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനും ആരണം വൈകിട്ട് ഇതാണ് കഴിക്കുന്നത്. കഴിക്കാൻ പോവാണ്. ഇലയൊക്കെ വെട്ടി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. പിന്നെ ഇതാ നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ലാസ്റ്റ് പൂങ്കോഴിയില്ലേ, അതിനെ അമ്മയുടെ അടുത്തുകൊണ്ട് കൊടുത്തായിരുന്നല്ലോ. അമ്മ അതൊക്കെ റെഡിയാക്കി തന്നായിരുന്നല്ലോ. അതിവിടെ ഫ്രീസറിലിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളതെടുത്ത് കുക്കറിൽ നല്ലതായിട്ട് ചീറ്റിച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതാ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുത്തു. ചീറ്റിച്ചിട്ട് വേണം, വേവിച്ചിട്ട് വേണം വഴറ്റാൻ, അല്ലെങ്കിൽ വേഗത്തില്ല. അപ്പം ഇത് കൂട്ടി ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ അതാ ഹാരൻ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായ ലോലോലിക്ക വെച്ച് ചമ്മന്തി അരച്ചു. ഇനി ഇച്ചിരി കടുമാങ്ങ കൊണ്ട് അതെടുക്കണം. സ്രാവ് കഴിഞ്ഞ 3 ദിവസം മുമ്പ് വറുത്ത 2 കഷ്ണം മിച്ചമുണ്ട്. ആകെ 5 കഷ്ണം വറുത്ത്, അത് മിച്ചമുണ്ട്. പേടിച്ചിട്ടേ ഇപ്പം എന്തായാലും ഇതെല്ലാം കൂടെ കൂട്ടി, ഇച്ചിരി അച്ചാറോടെ തരാം. എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവാ. ആരാൻ ആദ്യം കഴിച്ചു നോക്കട്ടെ. മൂത്ത മോനും പ്രവാസി, കെട്ടിയവനും പ്രവാസി. അത് കാരണം ഇതൊക്കെ എനിക്ക് ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടാ. സങ്കടം വരും നമുക്ക്. എന്നാ ചെയ്യാന്, നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കുക അല്ലേ ആരൻ? എന്നാ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ വീട്ടിലെ കോഴി, നമ്മുടെ വീട്ടിലെ ലോലോലിക്ക, നമ്മുടെ ഉപ്പാപ്പൻ്റെ വീട്ടിലെ ചക്ക, പിന്നെ സ്രാവ് കോട്ടയം മാർക്കറ്റിൽ. എങ്ങനെയുണ്ട്? ആരൻ്റെ വായയുടെ പറയാൻ പോലും അല്ലേ, അതുപോലത്തെ ടേസ്റ്റാണ്. പാവം എൻ്റെ ആശർ ഇത് കാണുമ്പോൾ പാവം സങ്കടപ്പെടും. എന്നാ ചെയ്യാനാ, ഞാൻ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഞാൻ മീനച്ചാറൊക്കെ അവന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ അടിപൊളി അല്ലേ? ഞാൻ അതുപോലെ ഇട്ട് നല്ല റോസ്റ്റാക്കി. നിന്റെ മാരിനേഷനും സൂപ്പറായിരുന്നു. നല്ല അരച്ചു വറുത്തല്ലായിരുന്നു. കുക്കറിൽ ചീറ്റിച്ച് വെന്തില്ലേ ഇപ്പം. അപ്പം ഹസ്ബൻഡും ആഷറും ക്ഷമിക്കുക. നിങ്ങൾക്ക് ദൈവം നിങ്ങളെ ഇങ്ങനെ, എന്നാ പറയാൻ, എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായിട്ട് നിങ്ങൾക്കും. അല്ല, ഭക്ഷണമല്ല, ഇപ്പം ഭക്ഷണമില്ലായ്മയല്ല, അവർക്ക് ചക്കയൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അവിടെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു വിഷമം. ആരെങ്കിലും നാട്ടിൽ വരാൻ പ്രാർത്ഥിക്കുക. ഞാനപ്പോൾ അവരുടെ കൊടുത്തു വിടാം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.